1983 ഫ്ലോറിഡയിലെ ക്ലിയർ വാട്ടറിൽ 6 സുഹൃത്തുക്കൾ ചേർന്ന് ഒരു റെസ്റ്റോറന്റ് ആരംഭിച്ചു. നല്ല ഭക്ഷണവും തണുത്ത ബിയറും സ്പോർട്സും നല്ല ശാന്തമായ ബീച്ചിന്റെ അന്തരീക്ഷവും ഒക്കെ വാഗ്ദാനം ചെയ്യുന്ന ഒരു റെസ്റ്റോറന്റ്. ഹൂട്ടേഴ്സ് എന്നാണ് ഈ ഒരു റെസ്റ്റോറന്റിന്റെ പേര്. ഇവിടെ മദ്യം വിളമ്പുന്നത് ലേഡീസ് ആണ്. അവർ ധരിക്കുന്ന ഓറഞ്ച് നിറത്തിലുള്ള ഷോർട്സും വെളുത്ത ടോപ്പും ഒക്കെയാണ് ഈ റെസ്റ്റോറന്റിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് തന്നെ. ആളുകളെ കൂടുതൽ അങ്ങോട്ട് ആകർഷിക്കാനും ഇത് വളരെയധികം സഹായിച്ചു. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലേഡീസിനെ മാത്രം അവിടെ നിയമിച്ചുകൊണ്ട് നല്ല ഇറുകിയ ഡ്രസ്സൊക്കെ ധരിപ്പിച്ചുകൊണ്ടാണ് അവർ അവിടെ ഫുഡ് വിളമ്പുന്നത്. പതിറ്റാണ്ടുകളുടെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ഹൂട്ടേഴ്സ് നല്ല വിജയം നേടി. എന്നാൽ ഹൂട്ടേഴ്സ് അടച്ചുപൂട്ടുമെന്നൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമോ? 1990 കാലഘട്ടത്തിൽ ഹൂട്ടേഴ്സ് ആഭ്യന്തരമായും അന്തർദേശീയമായും ധാരാളം വളർന്നു. ബ്രാൻഡ് അവരുടെ മെനുവിൽ ധാരാളം പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി. നല്ലൊരു വൈവിധ്യവൽക്കരണം കൊണ്ടുവന്നതോടുകൂടി കുടുംബാംഗങ്ങളെയും അവിടേക്ക് ആകർഷിക്കാൻ അവർക്ക് സാധിച്ചു. അതുപോലെ തന്നെ കാനഡയിലും മെക്സിക്കോയിലും ജപ്പാനിലും എല്ലാം ഫ്രാഞ്ചൈസി ലൊക്കേഷനുകൾ തുറക്കുകയും ചെയ്തു. ഇത് ഓപ്പൺ ചെയ്ത എല്ലായിടത്തും ഇത് വളരെയധികം ഹിറ്റായി മാറുകയും ചെയ്തു. അവിടെ ബ്രാൻഡിന്റെ ബീച്ച് തീമും അതുപോലെ തന്നെ അവിടുത്തെ ലേഡീസിന്റെ ഒരു ആകർഷണവും ഒക്കെ ആയിരുന്നു അതിന്റെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. 2000 ഹൂട്ടേഴ്സ് കൂടുതൽ വളരുകയും കൂടുതൽ നവീകരിക്കുകയും ചെയ്തു. ഹൂട്ടേഴ്സ് ഗേൾസിനെ ഫീച്ചർ ചെയ്യുന്ന ഒരു കലണ്ടറും അവർ അവതരിപ്പിച്ചു. ഇന്ന് 38 രാജ്യങ്ങളിലായി 400-ലധികം ലൊക്കേഷനുകളുള്ള ഒരു ആഗോള ബ്രാൻഡായി ഹൂട്ടേഴ്സ് മാറിയിട്ടുണ്ട്. പ്രതിവർഷം ദശലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സിനാണ് അവർ സേവനം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ പ്രശസ്തമായെങ്കിൽ പോലും ഹൂട്ടേഴ്സിന് ധാരാളം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് സ്ത്രീകളുടെ ഒബ്ജക്റ്റിഫിക്കേഷൻ ആയിരുന്നു. സ്ത്രീകളുടെ ഒബ്ജക്റ്റിഫിക്കേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഹൂട്ടേഴ്സിന്റെ ബ്രാൻഡിങ്ങും ബിസിനസ് മോഡലും എല്ലാം പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജോലിസ്ഥലത്തുള്ള വിവേചനങ്ങളും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലിംഗവിവേചനം ആരോപിച്ചുകൊണ്ട് കമ്പനി ധാരാളം കേസുകൾ നേരിട്ടിട്ടുണ്ട്. ഹൂട്ടേഴ്സ് ഗേൾസ് എന്ന് വിളിക്കപ്പെടുന്ന അവിടെയുള്ള ജീവനക്കാർ പലപ്പോഴും കമ്പനിയുടെ ബിസിനസ് മോഡലുമായി ബന്ധപ്പെട്ട ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട്. പ്രധാനമായിട്ടും കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നതിന് വേണ്ടി അവരുടെ രൂപഭാവം നിലനിർത്തേണ്ടത് അവർക്ക് വളരെയധികം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അവർ പാലിക്കേണ്ടതുണ്ട്. അവരുടെ ബോഡി ലാംഗ്വേജും അതുപോലെ തന്നെ മേക്കപ്പും ഒക്കെ അവർ കൃത്യമായിട്ട് നിലനിർത്തേണ്ടതുണ്ട്. എക്സ്പോസ് ചെയ്യുന്ന യൂണിഫോം ഒക്കെയാണ് അവർ അവിടെ ധരിക്കുന്നത്. ഹൂട്ടേഴ്സിലെ കസ്റ്റമേഴ്സിൽ നിന്നും അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ അവിടെ നിന്നുള്ള മാനേജ്മെന്റിൽ നിന്ന് പോലും അനുചിതമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളതായി ധാരാളം സ്ത്രീകൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഇത് വാക്കാലെയുള്ളതും അതുപോലെ തന്നെ അനുചിതമായിട്ടുള്ള പല അഭിപ്രായങ്ങളും ഉൾപ്പെടുന്നവയാണ്. പല പല കാരണങ്ങൾ കൊണ്ടും കമ്മ്യൂണിറ്റികളും സംഘടനകളും എല്ലാം ഇടയ്ക്കിടെ ഹൂട്ടേഴ്സ് അവരുടെ പ്രദേശങ്ങളിൽ തുറക്കുന്നതിനെതിരെ പ്രതിഷേധങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഹൂട്ടേഴ്സിന്റെ മെനുവിൽ പലപ്പോഴും ഉയർന്ന കലോറിയും കൊഴുപ്പുമൊക്കെ ഉണ്ട് എന്നുള്ള ആരോപണങ്ങളും ഇത് ആരോഗ്യത്തിന് ആശങ്കകൾ ഉയർത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങളും ഒക്കെ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഹൂട്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവിടെ കരിയർ വളർച്ച എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. മിക്ക റെസ്റ്റോറന്റുകളിലും ഉള്ളതുപോലെ തന്നെ ഇവിടെയുള്ള തൊഴിലാളികളും വരുമാനത്തിനു വേണ്ടി ടിപ്പുകളെ വളരെയധികം ആശ്രയിക്കാറുണ്ട്. ചില ദിവസങ്ങൾ അവർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുമെങ്കിലും ചില ദിവസങ്ങളിൽ അത് വളരെ കുറവായിരിക്കും. കൂടുതൽ ടിപ്പുകളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സുമായിട്ട് ആ രീതിയിൽ അടുത്തിടപഴകുന്നതിന് വേണ്ടിയൊക്കെ ജീവനക്കാർ ധാരാളം സമ്മർദ്ദം ചെലുത്തുന്നതായിട്ട് പലരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിൽ പോലും താരതമ്യേന കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ലൊരു പണം സമ്പാദിക്കാനുള്ള ഒരു അവസരമായിട്ടും നല്ല രസകരമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷമായിട്ടും ഒക്കെ കണക്കാക്കിക്കൊണ്ട് പലരും ഈ ഒരു തൊഴിൽ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇത്രയേറെ വിമർശനങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ ഹൂട്ടേഴ്സ് അടച്ചുപൂട്ടുമോ എന്നുള്ള ചോദ്യങ്ങൾ പലർക്കുമുണ്ട്. എന്നാൽ ഹൂട്ടേഴ്സ് അടച്ചുപൂട്ടലിന്റെ വക്കീലാണെന്ന് സൂചിപ്പിക്കുന്ന വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഒന്നും തന്നെ ഇല്ല. എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവിടെയുള്ള മോശം പ്രകടനങ്ങൾ കൊണ്ടോ ഒക്കെ ഹൂട്ടേഴ്സിന്റെ ചില പേഴ്സണൽ ലൊക്കേഷനുകൾ ചിലപ്പോൾ അടച്ചുപൂട്ടിയേക്കാം. എന്നാൽ ബ്രാൻഡ് മൊത്തത്തിൽ ഒറ്റ രാത്രി കൊണ്ട് അടച്ചുപൂട്ടാൻ ഒരിക്കലും സാധ്യതയില്ല. അത്രത്തോളം സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് ഹൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അവിടെ ഭക്ഷണവും പാനീയവും സ്പോർട്സ് കാഴ്ച അനുഭവങ്ങളും ഒക്കെ എക്കാലത്തും കസ്റ്റമേഴ്സിനെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ്. ഹൂട്ടേഴ്സിനെ പറ്റിയിട്ടുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.